ഷോൾഡർ ഇതേപോലെ കറക്റ്റായിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അറിയാൻ പറ്റാത്തവർ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ ചെയ്യാം. ഇതിപ്പം ബാക്ക് പാർട്ടാണ് കേട്ടോ. ഈ ബാക്ക് പാർട്ടിൻ്റെ നെക്കിൻ്റെ ഭാഗമാണ്. ഇത് ക്രോസ് പീസ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യാം ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചില സമയത്ത് ഷോൾഡറിൻ്റെ ഭാഗം പുറത്ത് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് പോലെ തോന്നും. നീറ്റായിട്ട് കിട്ടത്തില്ല. ഇതേപോലെ നീറ്റായിട്ട് കിട്ടത്തില്ല. ഇവിടെ ഇങ്ങനെ തള്ളി നിൽക്കുന്നത് പോലെ വരാറുണ്ട്. അപ്പോൾ അതിന് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ഇങ്ങനെ ചെയ്താൽ മതി. ഈ ഒരു ഫ്രണ്ട് പാർട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് വരുന്നില്ലേ, അവിടെ കറക്റ്റായിട്ട് വെക്കുക കേട്ടോ. കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഇതിങ്ങനെ തന്നെ നിവർത്തി തന്നെ സ്റ്റിച്ച് ചെയ്യാം. നിവർത്തി തന്നെ സ്റ്റിച്ച് ചെയ്യാം. അവിടെ നിന്ന് തെന്നിപ്പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു സ്റ്റിച്ച് ഈ ഭാഗത്ത് താഴെ വരെ വേണമെങ്കിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് തിരിച്ച് ഇങ്ങോട്ടേക്ക് പോകാം. ഞാനിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്ത കാര്യം ഇതിൻ്റെ മേലെ വെക്കുക കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ടാവും. പുറത്തിങ്ങനെ തള്ളി നിൽക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യം നിവർത്തി വെച്ചിട്ട് ചെയ്യാം. രണ്ടാമത്തത് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ എന്നിട്ട് രണ്ട് കണ്ടോ, ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. രണ്ട് സൈഡും നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ഈ ഭാഗം പുറത്തേക്ക് തള്ളി വരുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.